വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ പരിപ്പ് പായസം വെക്കാമെന്നാണ്. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് പരിപ്പിട്ട് കൊടുക്കുകയാണ്. 1/2 കിലോ പരിപ്പാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണത്. ഇനി ഇതൊന്ന് വറന്ന് വരണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 1/2 കിലോ പരിപ്പിന് 1 കിലോ ശർക്കരയാണ് എടുക്കുന്നത്. അത് കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആറുമ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. 3 വിസിൽ കേൾപ്പിച്ചായിരുന്നു. അതിൻ്റെ എയറും കൂടി പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഒരു ഉരുളിയിലേക്ക് മാറ്റുകയാണ്. ഇനി ഉരുക്കി അരിച്ചു വെച്ചേക്കണ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഒഴിക്കാം കേട്ടോ. നമ്മൾ ഉരുക്കി വെച്ചല്ലോ 1 കിലോ ശർക്കര, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇത് ഇളക്കി നന്നായിട്ട് വരട്ടിയെടുക്കണം. വരട്ടിയെടുക്കുമ്പോഴാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് വരണത്. ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി വരട്ടി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ കണ്ടോ, കളറൊക്കെ വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വരണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും പോരെ, നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് വരട്ടിയെടുക്കണം. അതിന് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ വീണ്ടും കളറ് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ചും കൂടി വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വീണ്ടും വരട്ടിയെടുക്കാം. തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കണതെന്ന്. കണ്ടോ, മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കണത്. അപ്പോൾ തേങ്ങ ചിരണ്ടി അത് പിഴിഞ്ഞെടുത്ത് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ട്. ഇത് വാങ്ങുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് 2.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഈ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മളുടെ 2ാം പാൽ കേട്ടോ. നമ്മളിതിൽ 3ാം പാൽ എടുക്കണില്ല. ഇനി നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ചൂടാറി കഴിയുമ്പോൾ അത് കട്ടിയായി പോയി എന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് പാലുണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഈ 1ാം പാൽ റെഡിയാക്കണ പാത്രം കണ്ടോ, അതിലാണ് കേട്ടോ നമ്മൾ 2.5 കപ്പ് എടുത്തേക്കണത്, വെള്ളം അളന്നെടുത്തേക്കണത്. 1ാം പാൽ റെഡിയാക്കാനായിട്ട് നമ്മൾ 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1ാം പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് വരക്കുമ്പോൾ ആ വര മായാതെ അവിടെ തന്നെ നിൽക്കണുണ്ടോ, അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി വരട്ടിയെടുക്കാം കേട്ടോ. ഞാനത് ചെയ്യണില്ല. ഞാൻ ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 2ാം പാലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് ഈ പാല് 2-3 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മുഴുവൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2ാം പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം മിക്സായി വന്നിട്ട് പാലിൻ്റെ വൈറ്റ് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പായസത്തിൻ്റെ കളർ വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റട്ടെ, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 10-12 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പായസത്തിൻ്റെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സായി ഈ വൈറ്റ് കളറൊക്കെ മാറി ഒരു പായസത്തിൻ്റെ കളറായി വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല കേട്ടോ. നന്നായി ചൂടായി ഒന്ന് തിള പൊട്ടണ അതുപോലെ തോന്നുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കണ ഏലക്കായ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സ് പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ആയി വന്നോളൂ. ഇനി ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇത്
തേങ്ങാപ്പാലിലല്ല വെച്ചതെന്ന് ആരും പറയില്ല. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.